വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ കൊലപാതകത്തിനായി ചുറ്റിക വാങ്ങിയ കടയിൽ തെളിവെടുപ്പ് നടത്തുന്നു. പേരുമലയിലെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായി. തെളിവെടുപ്പിൽ മുളകുപൊടി, സിഗരറ്റ് എന്നിവ കണ്ടെത്തി. ഇവ വാങ്ങിയ കടയിൽ പരിശോധന നടത്തി. കടയുടമ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ വാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ വീടിന്റെ താക്കോലും കണ്ടെടുത്തിരുന്നു. കൊലപാതക ശേഷം ലത്തീഫിന്റെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച സ്ഥലത്തും പരിശോധന നടത്തി. പ്രശാന്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ന് വ്യാപകമായൊരു തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ചത്? അവിടെയൊക്കെയും ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. വീണ, വ്യാപകമായ തെളിവെടുപ്പാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നത്. വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നത്. ആദ്യം ഈ തെളിവെടുപ്പ് നടന്നത് അഫാൻ കൊല ചെയ്ത ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലാണ്. അബ്ദുൽ ലത്തീഫിൻ്റെയും സാജിദയുടെയും വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിന് ശേഷം അവിടുന്ന് തുടർന്ന് അബ്ദുൽ ലത്തീഫിൻ്റെ ഫോണും താക്കോൽ കൂട്ടവും ഉപേക്ഷിച്ച സ്ഥലത്തും തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ നിന്നും താക്കോൽ കൂട്ടവും ഈ ഫോണും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ കൊലപാതകം നടത്തിയ ശേഷം അഫാൻ സ്വന്തം വീട്ടിലെത്തിയിരുന്നു. സ്വന്തം വീട്ടിൽ, പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തിയിരുന്നു. അവിടെയും തെളിവെടുപ്പ് നടത്തി. ആ തെളിവെടുപ്പിൽ മുളക് പൊടിയും കണ്ടെത്തി. മുളക് പൊടി ആരെങ്കിലും തന്നെ ഉപദ്രവിക്കുവാൻ വന്നാൽ അല്ലെങ്കിൽ തടയുവാൻ വന്നാൽ അവരുടെ മുഖത്തേക്ക് എറിയുന്നതിനായി മുളക് പൊടി കരുതിയിരുന്നു. ആ മുളക് പൊടിയും അവിടെ നിന്നും കണ്ടെത്തു. സ്വന്തം വീട്ടിൽ നിന്നും, പേരുമലയിലെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് ഈ സാധനങ്ങൾ വാങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതായത് ആദ്യം പോയത് ഈ അഫാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച എലിവിഷം വാങ്ങിയ കടയിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം തുടർന്ന് മുളക് പൊടിയും സിഗരറ്റും വാങ്ങിയ കടകളിലും തെളിവെടുപ്പ് നടത്തി. തുടർന്ന് ഇതിനിടയിൽ പെപ്സി വാങ്ങിയ അവിടെയും തെളിവെടുപ്പ് നടത്തി. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത് രണ്ടിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. അതായത് ഈ കൊലപാതകം ഉപയോഗിക്കുവാനായുള്ള ചുറ്റിക വാങ്ങി ആ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി. അതോടൊപ്പം തന്നെ ഇന്ന് അഫാനും ഒന്നിച്ച് പോലീസ് നടത്തിയത്.